അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് മുമ്പ് തന്നെ രൂപപ്പെട്ടിട്ടുള്ളതാണ്. പലപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മറ്റൊരു സംസ്ഥാനമായി ഇസ്രായേൽ എന്ന രാജ്യത്തെ നയതന്ത്ര വിദഗ്ധർ തമാശയായിട്ടും ചിലപ്പോൾ കാര്യമായിട്ടും വിലയിരുത്തി പോകാറുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും അമേരിക്ക തന്നെയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തനായ അല്ലേ. ഇങ്ങനെയുള്ള ഇന്നും തുടരുന്ന ഈ ഉറ്റ സുഹൃത്തുക്കളുടെ ആഴമേറിയ ഈ ബന്ധത്തിൽ കരുനിഴൽ വീഴ്ത്തിയ ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു 1967 ജൂൺ മാസം 8-ാം തീയതി. ഇന്നും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വിഘാതമാകുന്ന ഒന്നിനെയും ലോകത്ത് അനുവദിക്കാതെ ഇസ്രായേലിൻ്റെ എല്ലാ ആപത്തിലും രക്ഷകനായി ഓടിയെത്തുന്ന അമേരിക്കയുടെ USS ലിബർട്ടിയെ പൂർണ്ണമായും നശിപ്പിച്ചു കളയുന്നതിനുള്ള എന്ത് പ്രശ്നമാണ് അവർക്കിടയിലുണ്ടായിരുന്നത്? ആക്രമണത്തിന് ശേഷം അമേരിക്ക തങ്ങളുടെ നാവികരോട് മൗനം പാലിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താവും? ഏവർക്കും ബാക്ക് സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അറബ് രാജ്യങ്ങളായ ഈജിപ്ത്, സിറിയ, ജോർദാൻ എന്നീ രാജ്യങ്ങളുമായി ഇസ്രായേൽ നടത്തിയ 6 ദിന യുദ്ധത്തിൻ്റെ അഥവാ 6 ഡേ വാറിൻ്റെ ഇടയിലാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം. പതിവ് പോലെ ഇസ്രായേൽ സേനയ്ക്ക് സഹായകമായി മെഡിറ്ററേനിയൻ കടലിലെ സീനായി പെനിൻസുലയിൽ നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു USS ലിബർട്ടി എന്ന കൂറ്റൻ ചാരക്കപ്പൽ. ഇസ്രായേലിന് ആവശ്യമായി വരുന്ന രഹസ്യ വിവരങ്ങൾ കൈക്കലാക്കാനായി ഈജിപ്ഷ്യൻ നഗരമായ ആരിഷിൻ്റെ ഏകദേശം 25 നോട്ടിക്കൽ മൈൽ മാറി വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയായിരുന്നു USS ലിബർട്ടിയും ക്യാപ്റ്റൻ വില്യം മക്ഗൊനാഗിലും. USS ലിബർട്ടി വെറും ഒരു കപ്പലായിരുന്നില്ല. അമേരിക്കൻ നാവികസേനയുടെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസി അഥവാ NSA നേരിട്ട് നിയന്ത്രിച്ചിരുന്ന ഒരു സ്പൈ ഷിപ്പായിരുന്നു അത്. 2-ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ പട്ടാളക്കാർക്കുള്ള ഭക്ഷണവും അവശ്യ സാധനങ്ങളും ഉൾപ്പെടെ ഉള്ള എല്ലാ വസ്തുക്കളും ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ചുമതല നിർവഹിച്ച ഒരു വലിയ ചരിത്രവും ലിബർട്ടിക്കുണ്ട്. 7725 മെട്രിക് ടണ്ണോളം ഭാരമുള്ള ലിബർട്ടി അക്കാലത്ത് നിർമ്മിച്ച കൂറ്റൻ കപ്പലുകളിലൊന്നായിരുന്നു. ശത്രുരാജ്യങ്ങളുടെ റേഡിയോ സന്ദേശങ്ങൾ, ഫോൺ സംഭാഷണങ്ങൾ, സൈനിക നീക്കങ്ങൾ എന്നിവ ചോർത്താൻ കൽപ്പുള്ള അത്യാധുനിക ആൻറ്റിനകളും സെൻസറുകളും അക്കാലഘട്ടത്തിൽ ഇതിലുണ്ടായിരുന്നു. 1967 യുദ്ധസമയത്ത് ഗാസയ്ക്കും സീനായ്ക്കുമിടയിലുള്ള കടൽ ഭാഗത്ത് നിരീക്ഷണം നടത്താനാണ് ലിബർട്ടി അന്ന് നിയോഗിക്കപ്പെട്ടത്. ജൂൺ 8 രാവിലെ ഏകദേശം 6 മണി മുതൽ ഇസ്രായേലിൻ്റെ നോർത്ത് അറ്റ്ലസ് വിമാനങ്ങൾ കപ്പലിന് മുകളിലൂടെ 8 തവണയെങ്കിലും താഴ്ന്നു പറന്നിരുന്നു. ആകാശത്ത് നിന്ന് നോക്കിയാൽ കപ്പലിൻ്റെ പേരും നമ്പറും അമേരിക്കൻ പതാകയും വളരെ വ്യക്തമായി കാണാമായിരുന്നു. ഇസ്രായേൽ സൈന്യം ഈ കപ്പലിനെ തങ്ങളുടെ റഡാറിൽ GTR-5 അഥവാ ലിബർട്ടി എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു. വളരെ അസാധാരണമായ സംഭവങ്ങളായിരുന്നു ഇവയെല്ലാമെങ്കിലും ഇസ്രായേലി വിമാനങ്ങളെ ഒരിക്കലും സംശയിക്കേണ്ട കാര്യം USS ലിബർട്ടിക്കും ക്യാപ്റ്റൻ വില്യം മക്ഗൊനാഗിനും അതിലെ നാവികർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ പ്രതീക്ഷകളെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഫ്രാൻസ് നിർമ്മിതമായ മിറാഷ് 3 യുദ്ധവിമാനങ്ങൾ കപ്പലിനെ ആക്രമിക്കാൻ തുടങ്ങി. കപ്പലിലുണ്ടായിരുന്ന ചെറിയ അമേരിക്കൻ പതാക നീക്കം ചെയ്ത നാവികർ വിമാനങ്ങൾക്ക് കാണാനാവുന്ന വലിയ പതാക ഉടനടി കെട്ടിക്കൊണ്ട് ശ്രദ്ധ ക്ഷണിക്കുവാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും മിറാഷുകളെ ആക്രമണത്തിൽ നിന്നും തടഞ്ഞില്ല. അവ 30 mm ക്യാനൻ ഉപയോഗിച്ചുള്ള ശക്തമായ വെടിവെപ്പും പലതരം റോക്കറ്റുകളും ലിബർട്ടിക്ക് നേരെ വർഷിച്ചുകൊണ്ടേയിരുന്നു. കപ്പലിൻ്റെ പൂർണ്ണമായ നാശം ആഗ്രഹിക്കുന്നത് പോലെ വിയറ്റ്നാമിൽ അമേരിക്ക ഉപയോഗിച്ച നേപ്പാം ബോംബുകൾ കൂടി വർഷിച്ചതിന് ശേഷമാണ് ഫൈറ്ററുകൾ മടങ്ങിപ്പോയത്. കപ്പലിന് വലിയ നഷ്ടമുണ്ടായി എന്ന് മാത്രമല്ല, ഒട്ടനവധി നാവികർ തൽക്ഷണം മരിക്കുകയും ചെയ്തു. പലർക്കും ഗുരുതരമായ പരിക്കേറ്റു. കപ്പലിലെ ക്രൂ സംഭവിച്ചതെന്ത് എന്ന് മനസ്സിലാക്കി വരുന്ന അതേ സമയത്ത് തന്നെ ആകാശത്തു നിന്നുണ്ടായ ആക്രമണത്തിന് ശേഷം ലിബർട്ടിയെ കാത്തിരുന്നത് കടലിൽ നിന്നുള്ള വളരെ ശക്തമായ പ്രഹരമായിരുന്നു. 3 ടോർപിഡോ ബോട്ടുകളിൽ നിന്നും 5-ലധികം ടോർപിഡോകൾ കപ്പലിലേക്ക് അയക്കപ്പെട്ടു. കണക്കുകൾ പ്രകാരം 25ഓളം നാവികർ അപ്പോൾ തന്നെ മരിക്കുകയുണ്ടായി. കപ്പലിൻ്റെ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാഗം തകർക്കുക എന്ന ഉദ്ദേശം കൂടി ആ ആക്രമണത്തിനുണ്ടായിരുന്നുവെന്ന് പിൽക്കാലത്ത് വിലയിരുത്തപ്പെട്ടു. 35ലധികം നാവികർ കൊല്ലപ്പെട്ട ഈ സംഭവത്തിൽ
ഒരു സൈനിക പിഴവുണ്ടായി എന്ന് ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ വിലയിരുത്തിയെങ്കിലും ചില ദുരൂഹതകൾ അപ്പോഴും നിലനിന്നിരുന്നു. അതിക്രൂരമായ ആക്രമണ രീതിയായിരുന്നു ഇത് എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആക്രമണം വെറുമൊരു വെടിവെപ്പായിരുന്നില്ല, അത് കപ്പലിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. അതിൽ പ്രധാനമാണ് നാപ്പാം ബോംബുകളുടെ വർഷം. വിമാനങ്ങൾ കപ്പലിന് മുകളിൽ നാപ്പാം ബോംബുകൾ വർഷിച്ചു. ഇത് കപ്പലിൻ്റെ ഡെക്കിൽ വലിയ തീപിടുത്തമുണ്ടാക്കി. റേഡിയോ ജാമിംഗ് മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. കപ്പലിൽ നിന്ന് സഹായത്തിനായി സന്ദേശങ്ങൾ അയക്കാൻ ശ്രമിച്ചപ്പോൾ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന അതേ ഫ്രീക്വൻസിയിൽ ഇസ്രായേൽ സിഗ്നലുകൾ ജാം ചെയ്തു കളഞ്ഞു. ഇത് ആസൂത്രിതമായ നീക്കമാണെന്നതിൻ്റെ ഏറ്റവും സുപ്രധാന തെളിവാണ്. മറ്റൊന്നാണ് ടോർപിഡോവിൻ്റെ പ്രഹരം. വിമാനങ്ങൾ പോയതിന് പിന്നാലെ വന്ന 3 ഇസ്രായേലി ടോർപിഡോ ബോട്ടുകൾ കപ്പലിന് നേരെ 5 ടോർപിഡോകൾ തൊടുത്തു. അതിലൊന്ന് കപ്പലിൻ്റെ വശത്ത് 40 അടിയോളം വലിപ്പമുള്ള ഒരു ദ്വാരമുണ്ടാക്കി. കപ്പലിൽ നിന്നും ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച നാവികർക്ക് നേരെയും വെടിവയ്പുണ്ടായി എന്ന് പിന്നീട് രക്ഷപ്പെട്ട ചില ആളുകൾ പറഞ്ഞു. എന്നാൽ ഇസ്രായേലി സേന ഇത് പിന്നീട് ശക്തമായി നിഷേധിച്ചു. അമേരിക്കയുടെ വിചിത്രമായ പ്രതികരണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വായിക്കേണ്ടതാണ്. ആക്രമണം അറിഞ്ഞ ഉടൻ അടുത്തുള്ള അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS സെരറ്റോഗയിൽ നിന്നും സഹായത്തിനായി വിമാനങ്ങൾ പുറപ്പെട്ടു. എന്നാൽ അന്നത്തെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന റോബർട്ട് മക്നമര നേരിട്ട് ഇടപെട്ട് ആ വിമാനങ്ങളെ തിരിച്ചു വിളിച്ചു. മിത്രരാജ്യമായ ഇസ്രായേലിനെ നാണം കെടുത്താൻ ആഗ്രഹമില്ല എന്നതായിരുന്നു ഇതിനു പിന്നിലെ രാഷ്ട്രീയമെന്ന് ആരോപിക്കപ്പെടുന്നു. ആക്രമണത്തിന് ശേഷം അമേരിക്കൻ നാവികർ മണിക്കൂറുകളോളം സഹായമില്ലാതെ കടലിൽ ചോരയൊലിപ്പിച്ച് കിടന്നു. എന്തിനാണ് ഇസ്രായേൽ സ്വന്തം മിത്രമായ അമേരിക്കയെ ആക്രമിച്ചത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങൾ പറയപ്പെടുന്നു. ഒന്ന്, സീനായ് കൊലപാതകങ്ങൾ. സീനായ് ഉപദ്വീപിൽ ഇസ്രായേൽ സൈന്യം ഈജിപ്ഷ്യൻ തടവുകാരെ കൂട്ടക്കൊല ചെയ്യുന്നത് USS ലിബർട്ടി ചോർത്തുമെന്ന് ഇവർ ഭയപ്പെട്ടിരിക്കാം. 2, സിറിയൻ അധിനിവേശം. സിറിയയിലെ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കുന്നതിനുള്ള ഇസ്രായേലിൻ്റെ രഹസ്യ നീക്കം അമേരിക്ക അറിയാതിരിക്കാൻ. 3, ഈജിപ്തിനെ കുറ്റപ്പെടുത്താൻ. കപ്പൽ മുങ്ങുകയും എല്ലാവരും മരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെ കുറ്റം ഈജിപ്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് അമേരിക്കയെ ഇസ്രായേലിന് അനുകൂലമായി യുദ്ധത്തിൽ നേരിട്ട് ഇറക്കാമായിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇസ്രായേൽ പൈലറ്റുകൾ ലിബർട്ടിയെ തിരിച്ചറിഞ്ഞിട്ടും അതിനെ ആക്രമിക്കാൻ നിർദ്ദേശം ലഭിച്ചതിൻ്റെ റേഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നു. കപ്പലിലെ ക്യാപ്റ്റൻ വില്യം മക്ഡൊണാൾഡിൽ തൻ്റെ പരിക്കുകൾ അവഗണിച്ച് കപ്പൽ മുങ്ങാതെ സംരക്ഷിച്ചു. അദ്ദേഹത്തിന് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയായ മെഡൽ ഓഫ് ഓണർ നൽകിയെങ്കിലും അത് വൈറ്റ് ഹൗസിൽ വെച്ച് നൽകാതെ വളരെ രഹസ്യമായാണ് കൈമാറിയത്. ഇസ്രായേലിനെ പിണക്കാതിരിക്കാൻ അമേരിക്കൻ സർക്കാർ ഈ സംഭവത്തെ ഇന്നും താഴ്ത്തിക്കെട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇസ്രായേൽ സർക്കാരിൻ്റെ ഔദ്യോഗിക വിശദീകരണം അവർ USS ലിബർട്ടിയെ ഈജിപ്ഷ്യൻ കപ്പലായ എൽ ക്വസേർ ആയി തെറ്റിദ്ധരിച്ചു എന്നതായിരുന്നു. യുദ്ധ സാഹചര്യത്തിൽ കപ്പലുകളെ തമ്മിൽ തിരിച്ചറിയുന്നതിൽ പിഴവുണ്ടായി എന്നാണ് അവർ പറഞ്ഞത്. അവർ അമേരിക്കയോട് ഔദ്യോഗികമായി തന്നെ ക്ഷമ ചോദിച്ചു. എന്നാൽ വിവാദം ഇവിടെയും അവസാനിച്ചില്ല. സംഭവത്തിലെ അതിജീവിതരായ ചില നാവികർ, ചില മുൻ സൈനിക ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് അഡ്മിറൽ തോമസ് മൂറർ ഈ ആക്രമണം വളരെ ആസൂത്രിതമാണെന്ന് ആരോപിച്ചു. അവർ മൂറർ കമ്മീഷൻ എന്ന പേരിൽ പിന്നീട് സ്വതന്ത്ര അന്വേഷണ സംഘം രൂപീകരിച്ചു. ഒപ്പം അമേരിക്കൻ സർക്കാരിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടുകളെ അവർ കൃത്യമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. USS ലിബർട്ടിക്ക് നേരെയുണ്ടായ ആക്രമണം അമേരിക്കൻ ഇസ്രായേൽ ബന്ധങ്ങളിൽ താൽക്കാലികമായി ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും അവ ഇന്നും ഊഷ്മളമായി തന്നെ തുടരുന്നു. ഇസ്രായേൽ 1968 കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുകയും 69 പരിക്കേറ്റവർക്ക് കൃത്യമായി പണം നൽകുകയും ചെയ്തു. 80 കപ്പലിൻ്റെ നാശനഷ്ടത്തിന് $6 മില്യൺ അമേരിക്കയ്ക്ക് അവർ പകരം നൽകുകയും ചെയ്തു. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നും ചുരുളഴിയാതെ കിടക്കുന്ന ചരിത്ര സംഭവങ്ങളിലൊന്നാണ് USS ലിബർട്ടിക്ക് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണം.